നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വെളിയം 838 നമ്പർ SNDP ശാഖയിലാണ്. നമ്മുടെ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന പദയാത്രയിൽ സഞ്ചരിച്ച് വരുന്ന ഗുരുഭക്തർക്കായിട്ട് നമ്മുടെ വെളിയം SNDP ശാഖയിൽ ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും എല്ലാം സജ്ജീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. എങ്ങനെ സ്വീകരിക്കണം, നിങ്ങൾ പോയ വഴിയൊക്കെ കണ്ടൊരു അനുഭവം മനസ്സിൽ വേണം. നമ്മുടെ നാട്ടിലൂടെ നാളെ ഒരു പദയാത്ര കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ അന്ന് ഞങ്ങൾ അനുഭവിച്ച ത്യാഗം സാരമില്ല അല്ലേ, വൈകോളിൽ ഒരു കടം മേടിച്ചിട്ടായാലും വേണ്ടി നിനക്ക് ഇച്ചിരി വെള്ളം കൊടുത്തേക്കാം എന്ന് ചിന്തിക്കും അല്ലേ. മറ്റുള്ളവരെ സഹായിക്കണമെന്ന തോന്നൽ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ ഒക്കെ അതിഥികളെ സൽക്കരിക്കുക, ഗുരുജനങ്ങളെ ബഹുമാനിക്കുക, അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കുക, ഇതൊക്കെയാണ് മാനുഷയജ്ഞം. ഭൂതയജ്ഞം ചൂടുണ്ടായിരുന്നോ വന്ന വഴി അല്ലേ? വന്നപ്പോ പശുവിന്റെ ചാണകത്തെ വല്ലതും ചവിട്ടിയോ? ഇല്ല, ചാണകമൊന്നും ഇല്ലിപ്പം വഴിയിലില്ലേ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചൂടത്തങ്ങോട്ട് പോകുമ്പോഴേ ഒരു മരത്തിന്റെ തള്ളി വരുമ്പം എന്തൊരു AC അതല്ലേ ഓർമ്മ വഴിക്ക്. ശരിക്കും ആ സുഖം നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ പൊള്ളുന്ന ചൂടത്തു നിന്നാണ് ഒരു മരത്തള്ളി വരുമ്പോൾ എന്റെ ദൈവം എന്തൊരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പഠിച്ചു? നമ്മൾ ഭൂതയജ്ഞം പഠിക്കുകയാണ്. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും പരിപാലിക്കേണ്ടത് എങ്ങനെ? പ്രകൃതിയുടെ പരിപാലനം. മനസ്സിലായ? ഓരോ യജ്ഞങ്ങൾ: ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം. നമസ്കാരം. അപ്പം നമ്മളെ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു പരിപാടി വെളിയത്ത് എത്ര വർഷമായിട്ട്? വെളിയത്ത് 90 വർഷത്തിൽ കൂടുതലായി. 90 വർഷത്തിൽ കൂടുതലായി ഇതേ തരത്തിലുള്ള പരിപാടികൾ നടന്നു വരുന്ന കൊട്ടാരക്കര യൂണിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖകളിൽ ഒന്നാണ് വെളിയം സെൻട്രൽ 838 നമ്പർ ശാഖ. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ തീർത്ഥാടകരുടെ എണ്ണം ഈ വർഷം വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ശാഖയിൽ വിവിധ യൂണിയനുകളിൽപ്പെട്ട വിവിധ ശാഖകളിൽ നിന്നുള്ള നിരവധി തീർത്ഥാടകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ 12 ശാഖകളുടെ വരവേൽപ്പ് കഴിഞ്ഞു. അവർക്കെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും, താമസ സൗകര്യവും ഭക്ഷണവും വിശ്രമവും ഒക്കെ നൽകി അവരെ യാത്രയാക്കുന്നതിൽ ഇവിടെയുള്ള ഭരണസമിതി അംഗങ്ങളും അതുപോലെ മുൻകാല ഭരണസമിതി അംഗങ്ങളും അതുപോലെ മറ്റ് പോഷക സംഘടനകൾ, വനിതാ സംഘം ഭാരവാഹികൾ, അതുപോലെ പിന്നെ ഞങ്ങളുടെ പുരുഷ സംഘം ഭാരവാഹികൾ, അതുപോലെ അവരുടെ പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഒക്കെ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ വളരെ വലുതാണ്. എല്ലാവരും ഒത്തുകൂടി വളരെ വലിയ വരവേൽപ്പും അതുപോലെ യാത്രയയപ്പുമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വരും കാലങ്ങളിലും ഇത് വളരെയധികം ഭംഗിയായി വളരെ ശക്തിയോടുകൂടി നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓരോ വർഷം കഴിയുന്തോറും ഗുരുവിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഗുരുവചനങ്ങൾ എല്ലാ മനുഷ്യരും ശിരസാൽ വഹിച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ഈ ശാഖയിൽ വന്ന് പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുള്ളതും ഞങ്ങൾക്ക് വളരെയധികം ശക്തി പകർന്നു തരുന്നതുമാണ് എന്നുള്ള ഇത് ഞാൻ അറിയിച്ചു. നിലവിൽ ഇത് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറയാം. നിലവിൽ വിവിധ യൂണിയനുകളിൽ, അതായത് കോട്ടയം യൂണിയൻ്റെയും അതുപോലെ പിന്നെ പള്ളം പദയാത്ര ആദ്യം ഇവിടെ വന്നു. പള്ളം പദയാത്ര സമിതിയാണ് 27-ാം തീയതി ഇവിടെ എത്തിയത്. അപ്പോൾ രാത്രി ഭക്ഷണവും വിശ്രമവും ഒക്കെ നൽകി രാവിലെ അവർക്ക് പിന്നെ പ്രഭാത ഭക്ഷണവും നൽകി യാത്രയാക്കി. അതിനുശേഷം 28-ാം തീയതി 4 ശാഖകളിൽ നിന്നും നമുക്ക് ഇവിടെ പദയാത്രികരുണ്ടായിരുന്നു. നാഗമ്പടം ശാഖ, അതുപോലെ കുട്ടമംഗലം ശാഖ, ചെങ്ങളം തെക്ക്, മണിയടി ശാഖ. അതുപോലെ 29-ാം തീയതി അടൂർ യൂണിയനിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു കൂട്ടർ വരികയും അവർക്ക് ഭക്ഷണവും വിശ്രമവും നൽകി. പിന്നീട് വന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് യുവജനങ്ങളുടെ പദയാത്രയാണ്. അത് ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തുകയും അവർക്ക് ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം കൊടുക്കുകയും അവരെ ഇവിടെ പിന്നെ വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ഭക്ഷണമൊക്കെ കൊടുത്ത് ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണവും കൊടുത്ത്
വളരെ ഭംഗിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവരെ യാത്രയാക്കുകയും ചെയ്തു. ഇന്ന് പിന്നീട് വന്നിട്ടുള്ള 2 യൂണിയനുകൾ, ഒന്ന് നമ്മളുടെ ചെങ്ങന്നൂർ യൂണിയനിൽ നിന്നും അതുപോലെ തന്നെ പൂന്തോട്ട ശാഖയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ അവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും നൽകി അവരെ യാത്രയാക്കും. നമസ്കാരം, ഇത് നമ്മുടെ വെളിയം SNDP ശാഖയുടെ വനിതാ സംഘം പ്രസിഡന്റാണ്. പുതിയതായിട്ടെന്ന് പറഞ്ഞിരുന്ന നമുക്ക് ഇവിടുത്തെ ഈ ഇതെല്ലാം ശരിയാക്കണം. ബാത്റൂം ഇവിടെ 5 ഉള്ളൂ ഇപ്പം യഥാർത്ഥത്തിൽ. ഇനി അന്നേരം ഇത്തിരിയും കൂടെ ഒന്ന് വികസിപ്പിക്കണം. അത് എല്ലാം കൂടെ ഒന്ന് പുരോഗമിച്ചെടുക്കണമെന്നുണ്ട്. അതിനും ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിക്കും, അതെല്ലാം സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്തജനങ്ങൾ വരുന്നവരെ എത്ര പേര് വരുന്നോ അവരെ എല്ലാം സ്വീകരിക്കാൻ നമുക്ക് മനസ്സ് എന്നവർക്ക് ആഹാരവും കൊടുത്ത് സന്തോഷമായിട്ട് അവരെ വിടണമെന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. അപ്പൊ ചേട്ടാ, ഏകദേശം എത്രത്തോളം ഭക്തജനങ്ങൾ ഇപ്പം ഈ ഒരു വർഷം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന്? 1100ഓളം ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. 1100 ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. 750 ഭക്തജനങ്ങൾ ഇവിടെ താമസിച്ച്, അതായത് വൈകുന്നേരം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് താമസിച്ച് രാവിലെ കട്ടൻ കാപ്പി കുടിച്ച് പോയിട്ടുണ്ട്. 750 പേര് താമസം ഉണ്ടായിരുന്നു. 1100 കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ടീമുകൾ വരുന്നുണ്ടോ? എല്ലാ വർഷവും പുതിയതായിട്ട് വരുന്നുണ്ട്. ആദ്യം ഇവിടെ വന്നിരുന്ന ഒരു 3 ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിരുന്നിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഈ കോട്ടയം നാഗമ്പടത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തേന്മാവിൻ ചുവട്ടിൽ നിന്ന് വരുന്നിട്ടുള്ള അവരാണ് യഥാർത്ഥത്തിൽ ഗുരുദേവൻ അംഗീകരിച്ചിട്ടുള്ള പദയാത്രാ സംഘം. ആ പദയാത്രാ സംഘത്തിന് എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് തങ്ങുകയും എല്ലാ ദിവസവും 27-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 28-ാം തീയതി ഇവിടെ തങ്ങുകയും രാത്രി ഇവിടെ തങ്ങുകയും രാവിലെ 5 മണിക്ക് ഗുരു പുഷ്പാഞ്ജലി നടത്തിയതിന് ശേഷമാണ് ഇവിടുന്ന് അവർക്ക് കാപ്പി കൊടുത്ത് ഞങ്ങളുടെ ശാഖാ അതിർത്തിയിൽ പോയി അവരെ സ്വീകരിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നൽകി ഇവർക്കിവിടെ താമസ സൗകര്യവും കൊടുത്ത് രാവിലെ ഇവിടുത്തെ ഗുരുപുഷ്പാഞ്ജലിയും നടത്തി ഗുരുപ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇവരെ ഇവിടുന്ന് ഞങ്ങൾ നമ്മുടെ ശാഖ അതിർത്തി വരെ കൊണ്ടുപോയി യാത്രയാക്കുകയും ചെയ്യുകയാണ്. ആദ്യം കാലങ്ങളിൽ 3 പദയാത്രാ സംഘങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇപ്പോഴ് 12 പദയാത്രാ സംഘങ്ങളാണ് ഇന്ന് വരെ ഇവിടെ വന്നിട്ടുള്ളത്. ഈ വരുന്ന എല്ലാ ആൾക്കാർക്കും ഭക്ഷണവും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ആണ് നമ്മൾ വിടുന്നത്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ 2 വലിയ കമ്മ്യൂണിറ്റി ഹാളുണ്ട്, ഒരു പ്രാർത്ഥനാ ഹാളുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു വലിയ 10,000 ആൾക്കാരെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരെ എല്ലാവരെയും സ്വീകരിക്കാൻ സന്മനസ്സുള്ള ഒരു നല്ല ഗുരുവിനെ ഭജിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ഉണ്ട്. അതാണ് നമ്മുടെ വെളിയത്തിന്റെ പ്രത്യേകത. ഈ ശാഖയിൽ എത്രത്തോളം കുടുംബങ്ങളുണ്ടെന്ന്? 1200 കുടുംബങ്ങളുണ്ട്. ഈ ശാഖയിൽ 1200 കുടുംബങ്ങളുണ്ട്. ഈ 1200 കുടുംബത്തിലുള്ള എല്ലാ ഗുരുഭക്തരും ഇവരെ സ്വീകരിക്കാൻ വളരെ ആവേശമായിട്ട് ഇതിൽ പങ്കുകൊള്ളുന്നവരാണ്. അതുപോലെ തന്നെ അവർ ആളും അർത്ഥവും നൽകി നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ല എങ്കിൽ നമുക്കിതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളിപ്പോൾ ഇവിടെ കമ്മിറ്റി ഒരു 11 പേരുള്ളതിൽ ഈ 11 പേരെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഈ വെളിയ 838 നമ്പർ സെൻട്രൽ ശാഖയുടെ ഏറ്റവും നല്ല ഗുരുഭക്തരായിട്ടുള്ള ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഇനി വരുന്ന ആളുകളിൽ ഈ 1200 എന്നുള്ളത് 11,000 വരെ ഉണ്ടാകാം. അവരെ എല്ലാവരെയും നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാനും അതുപോലെ ഒരു ഇടത്താവളമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഭരണസമിതി അംഗമാണ്. നേരത്തെ ഞാൻ ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ഭരണസമിതിയിൽ ഭരണ കമ്മിറ്റി അംഗമായിട്ട് തിരഞ്ഞെടുത്തത്. അതിൽ വളരെ ഗുരുദേവന്റെ നാമത്തിൽ ഈ ഭരണസമിതിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ ഓരോ വർഷവും കൊണ്ടുവരാറുണ്ട്. വളരെയധികം മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഇത് അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പുതുതായിട്ട് നമ്മൾ ഈ ഒരു ശാഖയിലേക്ക് കൊണ്ടുവരുന്നത്? ഞങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഇതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മികച്ച വിജയം നേടുന്നവർക്കെല്ലാം നല്ല ട്രോഫിയും അതുപോലെ തന്നെ ക്യാഷ് അവാർഡുകളും എല്ലാം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
ഉള്ള നല്ല നല്ല മികച്ച പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അത് തുടരും. അതുപോലെ ചികിത്സാ സഹായം, പാവപ്പെട്ട രോഗികൾക്ക് ശാഖാംഗങ്ങളായ രോഗികൾക്ക് ചികിത്സ സഹായം നൽകുന്നുണ്ട്. അങ്ങനെ പല സാമൂഹിക പ്രവർത്തനങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നു. തുടർന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. എന്തായാലും ഈ ശാഖയുടെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുകൊള്ളട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം ചേച്ചി. നമ്മുടെ വെളിയം ശാഖയുടെ പ്രവർത്തനങ്ങൾ, ഈ ഒരു സ്വീകരണവും തീർത്ഥാടനത്തിനും അനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു ചടങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നന്നായിട്ടുണ്ട്. ഇതേപോലെ നല്ല സഹായമുണ്ട്, സഹകരണം നന്നായിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട്? ഞങ്ങൾ 2 വർഷം, രണ്ടാമത്തെ വർഷമാണ്. ഞാൻ ആദ്യമായിട്ടല്ല, ഞങ്ങളുടെ കൂടെയുള്ളവർ രണ്ടാമത്. ഹാപ്പിയാണ്. ഓക്കെ. മനസ്സുകൊണ്ട് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു ഇതിലേക്കാണ് ഇപ്പൊ വന്ന് പെട്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു നാട്ടിൽ വന്നെങ്കിലും നിങ്ങൾ ഞങ്ങളവിടെ നല്ല ഒരു രീതിയിലാണ് പെരുമാറുന്നത്. വളരെ സന്തോഷം. താങ്ക്സ് ഉണ്ട്. ശരി ചേട്ടാ, എങ്ങനെ കാണുന്നു ഈ ഒരു സ്വീകരണത്തെ? നമ്മൾ നല്ലതായി കാണുന്നു. സന്തോഷം. എത്ര വർഷമായി? ഇത് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യമാണ്. ഓക്കെ. പറയൂ. സന്തോഷമാണോ? സന്തോഷം. ഞങ്ങൾ ചങ്ങന്നൂന്ന് വരുക ആദ്യമായിട്ടാണ്. അതെ, ഫസ്റ്റ്. ഓക്കെ. 1-ാം തീയതി പുതുവത്സരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഓക്കെ. തുടർന്ന് അടുത്ത വർഷങ്ങളിലും എല്ലാ വർഷവും വരും. ക്യാപ്റ്റനെ കിട്ടിയതാ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്. പരമേശ്വര സാറിനെ കിട്ടിയത് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതുകൊണ്ട്. പറയട്ടോ, തീർത്ഥാടനത്തിന്റെ ഇവിടെ വന്ന ഈ ഒരു സമയത്ത് നല്ലതായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാരവാഹിക്ക് തുടർന്നും വരും വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ഹാപ്പിയാണല്ലോ ചേട്ടാ? ഹാപ്പി. നമസ്കാരം ചേച്ചി. എങ്ങനെയുണ്ട് ഈ ഒരു യാത്രയും അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനെ പറ്റിയും? നമുക്ക് നല്ല അനുഭവമാണ്. ഒരു പുതിയ അനുഭവം നമുക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പ്രഥമ ശിവഗിരി പദയാത്രയാണല്ലോ. അപ്പൊ അതിന് വളരെ സന്തോഷകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു അനുഭവമാണ്. ചേട്ടാ, ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? സൂപ്പർ ഫുഡാ. ഓക്കെ. ഞങ്ങൾ ആദ്യമായിട്ടാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ. ആണോ? തുടർന്നും വരും. തീർച്ചയായിട്ടും വരും. നല്ല ഫുഡാണ്, നല്ല സഹകരണമാണ് എല്ലാരും ഞങ്ങളോട്, നല്ല സാമീപ്യമാണ്. അതെ, ഇനി ഞങ്ങൾക്ക് ആവുന്നിടത്തോളം കാലം ഞങ്ങൾ പദയാത്രയ്ക്ക് വരും.